വൃത്തി ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുളിച്ച് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇത് ഷഡ്ഡിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ സൂപ്പർമാൻ ആയാൽ എനിക്ക് സൂപ്പർമാൻ്റെ പവറൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാൻറ്റിൻ്റെ പുതിയ സ്റ്റിക്കറൊക്കെ ഞാൻ പൊട്ടിച്ചോളാം, എനിക്ക് ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും അവനെ കൊണ്ട് പറ്റിയില്ല. പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി വിളക്കിൻ്റെ അടുക്ക് പോയി പ്രാർത്ഥിക്കുവാണ്. ഞാൻ ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്, എനിക്ക് നല്ല പഠിപ്പ് തരണേ, കൂട്ടുകാരെ തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതാണ് പൃഥ്വീൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് ബാഗൊക്കെ എടുത്ത് ടാറ്റ പറഞ്ഞ് ഓടുവാണ്. ഏട്ടൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും വേഗം വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലോട്ട് എത്തി. അപ്പോഴത്തേക്കും കുറച്ച് കുട്ടികളും അമ്മമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സും മാഷും ഒക്കെ ക്ലാസ് റൂം അലങ്കരിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഓരോ ബലൂൺ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഓടിപ്പോയി അമ്മ ഞാനൊരു ബലൂൺ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ടീച്ചർ ഇതാ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഓടിപ്പോയി അവിടുന്ന് ഒരു ബലൂണൊക്കെ എടുത്ത് അവരവർക്ക് കുട്ടികൾക്ക് ഇരിക്കാൻ ഓരോ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ബലൂണൊക്കെ എടുത്തിട്ട് നേരെ അവിടെ പോയി ഇരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് സ്കൂളിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും, എൻ്റെ മടിയിൽ തന്നെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മൂക്ക് ഒലിപ്പിച്ച് കരഞ്ഞ് സ്കൂളിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കരച്ചിലിൻ്റെ ഒച്ചയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ കൈ വിടാതെ സ്കൂളിലോട്ട് കയറി അമ്മ ഇരിക്കുന്ന അതേ കസേരയിൽ തന്നെ ഞാനും കയറി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ വൃത്തിയെ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം അവരവർക്ക് കുട്ടികൾക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കസേരയിൽ പോയിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരോർക്ക് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്സായി. അപ്പോഴത്തേക്കും ഉദ്ഘാടനം ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആയിരുന്നു ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയി കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു. ഒരാൾ പോലും കരയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കുഴപ്പമായിരുന്നു എന്ന് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതാ ഒരു സാറ് വന്നിട്ട് ഇവരെ ഒന്ന് ഉണർത്തി എടുത്തിട്ടുണ്ട്. കാണൂലേ? നിങ്ങൾ കാണൂലേ? അപ്പൊ നമുക്ക് പാടാം കിട്ടിയല്ലേ? കൂട്ടുകാരെ കൂട്ടുകൂടെ കൈവച്ചാണ് വേണ്ടേ? കൂട്ടുകാരെ കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയൂലെങ്കിൽ കൈവച്ചോ? കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാലേ. കൂട്ടുകാരെ കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാം പാട്ട് തുടങ്ങുന്നത്. കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാലേ. പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാലേ. എല്ലാ പാട്ടും പാട്ടല്ല, പാട്ടായ പാട്ടും പാട്ടല്ല. എല്ലാ പാട്ടും പാട്ടല്ല, പാട്ടായ പാട്ടും പാട്ടല്ല. പാട്ടിലും പാട്ടായ പാട്ടും കേട്ടാ പിന്നെ മറക്കൂല. കൂട്ടുകാരെ 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 പോരാ കൂട്ടുകാരെ പോരാ കൂട്ടുകാരെ 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 കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാലേ. എല്ലാ പാട്ടും പാട്ടല്ല, പാട്ടായ പാട്ടും പാട്ടല്ല. എല്ലാ പാട്ടും പാട്ടല്ല, പാട്ടായ പാട്ടും പാട്ടല്ല. പാട്ടിലും പാട്ടായ പാട്ടും കേട്ടാ പിന്നെ മറക്കൂല. കൂട്ടുകാരെ കൂട്ടുകൂടെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാട്ടെ. പാട്ട് പാടാൻ അറിയൂലെങ്കിൽ താളമൊന്ന് പിടിച്ചാട്ടെ. എല്ലാ പൂവും പൂവല്ല, പൂവായ പൂവും പൂവല്ല. എല്ലാ പൂവും പൂവല്ല, പൂവായ പൂവും പൂവല്ല. പൂവിലും പൂവായ പൂവും ചൂടിയാ പിന്നൽ പാടൂലേ. കൂട്ടുകാരെ കൂട്ടുകാരെ നല്ല കൂട്ടുകാരെ കയ്യടിക്കുമ്പോ കൂട്ടുകാരെ കൂട്ടുകാരെ
കൂട്ടുകാരെ കൂട്ടുകൂടെ പാട്ട് പാടാനറിയാമോ പാട്ട് പാടാനറിയൂലെങ്കിൽ താളം ഒന്ന് പിടിച്ചാട്ടെ പാട്ട് പാടാനറിയൂലെങ്കിൽ താളം ഒന്ന് പിടിച്ചാട്ടെ പരിപാടി പോയവരാ വൃത്തി ഒരു വൃത്തിക്ക് നല്ലൊരു കൈ വൃത്തിക്ക് വൃത്തി ആ ഓക്കെ ഒരു നല്ലൊരു കൈ എഴുതോട്ടെ ഇപ്പൊ പാട്ട് കൊടുക്കാൻ പറയാം ഇന്നത്തെ ദിവസം എന്താണെന്നറിയാം എന്താ ണതാരികന്തേതാരോ അന്നേ നമ്പി അരമേരിക്കണതാരികന്തേതാരോ മരത്തെ നമ്പി കൊമ്പിരിക്കണതാരികന്തേതാരോ കുഞ്ഞൊക്കെ പറഞ്ഞു കൊടുത്തത് കൊമ്പേ നമ്പി ഇലയിരിക്കണതാരികന്തേതാരോ ഇലയ നമ്പി പൂവിരിക്കണതാരികന്തേതാരോ താളം പൂവേ നമ്പി പഴമിരിക്കണതാരികന്തേതാരോ പഴത്തെ നമ്പി കായിരിക്കണതാരികന്തേതാരോ കായെ നമ്പി വിത്തിരിക്കണതാരികന്തേതാരോ വിത്തിരിക്കണതാരികന്തേതാരോ നമ്പി നാമിരിക്കണതാരികന്തേതാരോ നമ്പി നാമിരിക്കണതാരികന്തേതാരോ അമ്മേ നമ്പി മണ്ണിരിക്കണതാരികന്തേതാരോ അമ്മേ നമ്പി മണ്ണിരിക്കണതാരികന്തേതാരോ മണ്ണേ നമ്പി മരമിരിക്കണതാരികന്തേതാരോ മണ്ണേ നമ്പി മരമിരിക്കണതാരികന്തേതാരോ മണ്ണേ അങ്ങനെ പൃഥ്വിൻ്റെ ആദ്യ ദിവസം അടിപൊളിയായിരുന്നു. പാട്ടും പരിപാടികളും ഒക്കെ ആയി പൃഥ്വി ഇന്ന് സ്കൂളിൽ സ്റ്റാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് എല്ലാ ദിവസങ്ങളിലും പഠിച്ചും കളിച്ചും ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ പൃഥ്വിക്ക്. അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നീട് നമുക്ക് സ്കൂളിലത്തെ പുസ്തകവും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവർക്ക് കുറച്ച് സമ്മാനവും കാര്യങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഇവർക്ക് കളർ പെൻസിലും പിന്നെ കളർ ചെയ്യാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു, മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ പൃഥ്വി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും സമ്മാനം വാങ്ങി വന്നു. പൃഥ്വി വേഗം അവരെ കാലൊക്കെ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല, ഇതൊക്കെ അവന് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ചെറുതിലെ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അവൻ എപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട്. ആര് അവന് സമ്മാനം കൊടുത്താൽ അവൻ ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അത് വീട്ടിലെത്തിയിട്ട് പൊളിക്കാന്നുള്ള സാവകാശമൊന്നും പൃഥ്വിക്ക് ഉണ്ടായിരുന്നില്ല. വേഗം പൊളിച്ച് നോക്കുവാണ്. ഒന്നും നശിപ്പിക്കാറില്ല കേട്ടോ, എല്ലാം അതുപോലെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പെട്ടെന്ന് തന്നെ അവിടുന്ന് പൊളിച്ച് നോക്കി. അപ്പോൾ എല്ലാം നോക്കിയതിന് ശേഷം എല്ലാം എൻ്റെ ബാഗിലോട്ട് വെച്ച് അമ്മ ഞാൻ കാണാൻ പിടിച്ച് തുറന്നതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങ് നോക്കുവാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വീട്ടിൽ പോയിട്ട് കളർ അടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമായി ഇന്നത്തെ ദിവസം പൃഥ്വിക്ക്. പിന്നെ അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവർക്കും ലഡു കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൻ അതൊന്നും കഴിക്കാറില്ല. അമ്മ വാങ്ങിച്ചു, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. ബാക്കിയെല്ലാം സ്മാർട്ടാണ് ആൾ. ഫുഡ് കഴിക്കാൻ മാത്രം ഒരിക്കലും കഴിക്കാറില്ല, വാ തുറക്കാറില്ല. അംഗനവാടിന്നൊക്കെ
പിന്നെ വായിൽ വെച്ച് കൊടുക്കാറാണ് പതിവ്, എന്നാലേ കഴിക്കാറുള്ളൂ. പിന്നെ ഇതാ എല്ലാവരും ലഡുവൊക്കെ വാങ്ങി, എത്ര നിർബന്ധിച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പരിചയപ്പെടുത്തി തരുവാണ്. പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ച 12:30 വരെ മാത്രമേ അവർക്ക് സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. നാളെ മുതൽ സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം 3:30 വരെ ക്ലാസ്സിലുള്ളതാണ്. അങ്ങനെ ഇതാണ് പൃഥ്വിൻ്റെ സ്കൂളൊന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരുവാണ്. അപ്പം അടിപൊളിയാണ്. അപ്പോൾ അത് ബലൂണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിക്കണ്ടവരെല്ലാവർക്കും ടാറ്റാ ബൈ.